അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നൊരു ഹാഫ് ഡേ വ്ളോഗാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് എല്ലാവരും കാണണേ. ബ്രേക്ക്ഫാസ്റ്റ് നെയ്പ്പത്തിലും അഫ്ഗാനി ചിക്കനുമായിരുന്നു. കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓർമ്മ വന്നത് തലേന്നത്തെ ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത് മാറ്റി വെച്ച് അതുകൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോള് വന്നത്. ഇന്നൊരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്പെഷ്യൽ ഗസ്റ്റാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ പിന്നെ അതിൻ്റെ തയ്യാറെടുപ്പിലായി. പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ അരിയൊക്കെ വേവിച്ച് വെച്ച് വേഗത്തിൽ ഒരു നല്ലൊരു മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് അധികം അരിയുള്ളത് കൊണ്ട് പുറത്തേക്കും പതച്ച് മറിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 പാത്രത്തിലാക്കിയിട്ട് വെച്ചത് കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. വീട്ടിലുള്ളവർക്ക് വേണ്ടി ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇന്ന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അഥവാ കൊളായി പോവുമെന്ന്. പക്ഷെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു മന്തി. അല്ല, പൊതുവെ അങ്ങനെയാണല്ലോ, ഞങ്ങൾ സാധാരണയായിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന സാധനം ആരെങ്കിലും വരുന്ന സമയത്ത് ചിലപ്പോൾ പണി കിട്ടാറുണ്ടല്ലോ. മനസ്സിൽ വിചാരിച്ചിരുന്നു അവർ വരുന്നതിന് മുമ്പായിട്ട് ഫുഡൊക്കെ റെഡി ആക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമല്ലോ. അപ്പോൾ നാസ്ത കഴിഞ്ഞ ഉടൻ തന്നെ തുടങ്ങിയതുകൊണ്ട് തന്നെ വേഗത്തിൽ ഒരു 12 മണിയാകുമ്പോഴേക്ക് ഫുഡൊക്കെ റെഡിയായി. ടൈമിങ് കറക്റ്റായിരുന്നു കേട്ടോ. കാരണം ഫുഡ് ആയ ഉടൻ തന്നെ അവരെത്തി. അങ്കിളും ഫാമിലി ആയിരുന്നേ സ്പെഷ്യൽ ഗസ്റ്റ്. കുറേ ആയിട്ട് അവർ ഇവിടത്തേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ മൻസു നാട്ടിലുള്ള സമയത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വെച്ചാൽ നേവിയിൽ സെക്കൻഡ് ഓഫീസറായിട്ടാണ് മൻസു ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ പെട്ടെന്നായിരിക്കും തിരിച്ചു വിളിക്കുന്നത്. 1-2 തവണ ഇവിടെ വരാനിരിക്കുക അവർ തിരിച്ചു വിളിച്ചു. അപ്പോൾ ഇവിടെ വരാൻ പറ്റില്ല, പെട്ടെന്ന് പോകേണ്ടി വന്നു. അവർ കയറി ഉടൻ തന്നെ ജ്യൂസൊക്കെ കൊടുത്ത് ഞാൻ വേഗത്തിൽ ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ടാ. കുറച്ചുകൂടി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ മന്തിൻ്റെ കൂടെ വേറെ എന്തൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇതിപ്പോൾ പെട്ടെന്നായതുകൊണ്ട് മന്തി മാത്രമേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും അസ്മിയും മുന്താസമ്മയും കൂടി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ മുറ്റത്തൊക്കെ ഒന്നിറങ്ങി. കണ്ട എക്സൈറ്റ്മെൻറ്റിൽ സാക്കിയും ഷെയ്നും ഇവും നല്ലോണം ക്രിക്കറ്റൊക്കെ പൊരിവെയിലത്ത് കളിച്ചിട്ട് തളർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുന്താസമ്മയുടെ ഫോണാണെന്ന് തോന്നുന്നു. അതൊക്കെ നോക്കി അവർ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വർത്താനം കളിച്ചതിൻ്റെ ഇടയിൽ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അവർ 4 മണി ആയി കാണും. ചായ കുടിക്കാനും നിന്നില്ല. അവർക്ക് 1-2 സ്ഥലത്ത് കയറാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇറങ്ങി. ബ്ലോക്ക് കഴിഞ്ഞ് എത്തുമ്പോഴേക്കും എന്തായാലും 1-1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ പിന്നെ അവർ ടാറ്റയൊക്കെ പറഞ്ഞ് വേഗത്തിൽ ഇറങ്ങി. ബാക്കി പോയതിനു ശേഷം ഷെയ്നും ഇവും ആകെ മൂഡ് ഓഫിലായിട്ടാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വ്ളോഗായിട്ട് പിന്നെ വരാട്ടോ. ഓക്കെ, ബൈ.